ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം 7. പുത്തൻ വീട്ടിൽ അന്ന് വലിയ തിരക്കായിരുന്നു. സുലോചന എല്ലാവർക്കും ചായയുമായി ഓടി നടക്കുന്നു. നാരായണിപ്പിള്ള പഴംപുരാണങ്ങളുടെ കെട്ടിട്ടഴിക്കുന്നു. പപ്പൻ പുതുതായി ഉണ്ടാക്കിയ ഉന്തുവണ്ടിയുമായി ചുറ്റി നടക്കുന്നു. ചാരുകസേരയിൽ കുമാരൻ ഇരിക്കുന്നു. അയാൾക്കു ചുറ്റും മുണ്ടിസുഗു, സദാശിവൻ നായർ, പ്രമാണി കൃഷ്ണപിള്ള, വരയൻ ഗോവിന്ദൻ, വെള്ളടി വാസു, സഖാവ് വിജയൻ, ഇങ്ങനെ നാട്ടിലെ ഇടംപേരുള്ളതും ഇല്ലാത്തതുമായ സകല മനുഷ്യരുമുണ്ട്. കൂട്ടത്തിൽ കിടപ്പിലായ ഗോവിന്ദനും. പണ്ട് തെങ്ങിൽ നിന്നും വീണ് കിടപ്പിലായതാണ്. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടും പേര് മാറിയില്ല. പേരുദോഷവും. സഖാവ് വിജയൻ ആദ്യം സംസാരിച്ചു. അപ്പോ എങ്ങനാ കാര്യങ്ങൾ? സമയം കൃത്യമായെങ്കിൽ ചടങ്ങ് തുടങ്ങിക്കൂടെ? സദാശിവൻ നായർ ഇടപെട്ടു. വിജയ, രാഹുകാലം നോക്കണം. ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. അതുവരെ കാക്ക. കുമാരൻ അമ്മച്ചിയെ നോക്കി. നാരായണിപ്പിള്ള നെടുവീർപ്പെട്ടു. സുലോചന അകത്തുനിന്നും വിളിച്ചു, അണ്ണാ, ഒന്ന് വന്നേ. കുമാരൻ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. അവൾ അയാളുടെ കൈ പിടിച്ച് മുറിയിൽ പോയി. അണ്ണാ, നിങ്ങളെ വിഷമം എനിക്ക് അറിയാം. ഒന്നും ആലോചിക്കല്ലേ, അതങ്ങ് പോട്ട്. മുതുക്ക അവിടെ തന്നെ ഉണ്ടല്ലേ. നിങ്ങളിങ്ങനെ ഇരിക്കണ കാണുമ്പോൾ എനിക്ക് സമനില തെറ്റണം. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു തേങ്ങി. ഇല്ലടി, ഞാനത് കൊടുക്കാം. എല്ലാം പോട്ട്. ചത്തുപോയവരെയും ചിന്തിച്ചു കിടക്കണ നമ്മളാണ് മണ്ടന്മാർ. നീ അങ്ങോട്ട് ചെല്ല്. അവൾ അയാളുടെ നെഞ്ചിൽ പതിയെ വിരലമർത്തിയിട്ട് അടുക്കളയിലേക്ക് പോയി. കുമാരൻ നെടുവീർപ്പെട്ടു. അയാൾ പട്ടിൽ പൊതിഞ്ഞ ഒരു പൊതിയുമായി പുറത്തു വന്നു. അതഴിച്ച് അതിൽ നിന്നും ഒരു കെട്ട് പേപ്പർ എടുത്തു. തെക്കത് ഉൾപ്പെട്ട വസ്തുവിന്റെ ആധാരം, പിന്നെ കുറേ താക്കോൽ കൂട്ടവും. അയാൾ അത് സദാശിവൻ നായരെ ഏൽപ്പിച്ചു. അണ്ണാ, ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ സ്ഥലം വിൽക്കാൻ പറ്റില്ല. നോക്കി നടത്താനാണ് നിങ്ങളെ ഏൽപ്പിക്കണത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള അവകാശം തുടരണം, അടുത്ത തലമുറ വരെയെങ്കിലും. അത് പിന്നെ പറയാനുണ്ടോ കൊമരു? ഇത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കുള്ള സ്ഥാനവും മാനവും ഒന്നും പോവില്ല. തെക്കതൊന്ന് പുതുക്കി പണിയും, വൃത്തിയാക്കും, കലശം നടത്തും. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതിനുള്ള ചെലവ് നാട്ടുകാർ തരും. എല്ലാവരും ചായ കുടിച്ച് പിരിഞ്ഞു. കുമാരൻ ചിന്തയിലമർന്നു. അച്ഛാ, പപ്പൻ അടുത്തു വന്നു. നമ്മുടെ തെക്കത്ത് പൊളിക്കുമോ? അയാൾ അവന്റെ തോളിൽ തട്ടി. ഇല്ലടാ, അവിടെ ഇനി അമ്പലം വരും, വെട്ടം വരും, ആൾക്കാര് വരും, നട തുറന്ന് വിളക്ക് കത്തിക്കാൻ പോറ്റി വരും. അപ്പോ കളിക്കാനൊക്കെ ഒരുപാട് പിള്ളേർ വരുമായിരിക്കും അല്ലേ? വരും. അയാൾ ചാരുകസേരയിൽ ദൂരേക്ക് നോക്കിക്കിടന്നു. അണ്ണാ, നിങ്ങൾ എന്തെങ്കിലും കഴിക്ക്. ഇല്ല പെണ്ണേ, ഇനിയിപ്പോ ഒന്നും ഇറങ്ങൂല. ഞാനിപ്പം വരാം. അയാൾ ഇറങ്ങി നടന്നു. കുറേ നേരം പണയിലും വയലിലും അലഞ്ഞു. തോട്ടിലിറങ്ങി മുഖവും കൈയും കാലും കഴുകി തെക്കതിലേക്ക് നടന്നു. സമയം 6 കഴിഞ്ഞു. അയാൾ തെക്കതിന്റെ ഉള്ളിൽ കയറി വിളക്ക് തെളിച്ചു. ഇനിയൊരു പക്ഷേ ഇങ്ങനെ പറ്റണമെന്നില്ല, അയാൾ വേദനയോടെ ഓർത്തു. തെക്കതിലെ എല്ലാ തറകളിലും അയാൾ തിരിതെളിച്ചു. പത്മനാഭൻ പിള്ളയെ കുടിയിരുത്തിയ തറയിലെത്തിയപ്പോൾ അയാളുടെ കൈ വിറച്ചു. എന്റെ അച്ഛാ എന്നുറക്കെ വിളിച്ചു. അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് തെക്കതിന്റെ തിണ്ണയിൽ കിടന്നു. ഏറെ നേരം കഴിഞ്ഞു. നല്ല തണുപ്പ് പടർന്നു. എങ്ങും മൂടൽ മഞ്ഞ്. ചെമ്പകപ്പൂവിന്റെ മണം അവിടെ മാകി നിറഞ്ഞു. കുമാരൻ എഴുന്നേറ്റിരുന്നു. അയാൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അയാൾ മുറ്റത്തേക്കിറങ്ങി. കരിമ്പനയുടെ ഇരമ്പൽ. യക്ഷിപ്പാല കുമാരന് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തോ പറഞ്ഞു. പെട്ടെന്ന് തെക്കതിന്റെ പിറകിൽ നിന്നും ഒരു രൂപം അയാളുടെ അടുത്തേക്ക് വന്നു. എടേ പിള്ളേ, നീ ഇങ്ങനെ വിഷമിക്കണ എന്തരന്? അയാൾ ഭയത്തോടെ ആഗതനെ നോക്കി. ഒത്ത ശരീരം, കയ്യിൽ ഉടവാൾ, മുടി മാടിയൊതുക്കി കുടുമ കെട്ടിവച്ചിട്ടുണ്ട്. വിരിഞ്ഞ മാറ് ഒരു യോദ്ധാവിനെ ഓർമ്മിപ്പിച്ചു. കുമാരന്റെ ദേഹം അടിമുടി വിറച്ചു. സംസാരശേഷി നഷ്ടപ്പെട്ട പോലെ. ആഗതൻ കുമാരന്റെ അടുത്തു വന്നു. തോളിൽ തട്ടി. വല്ലാത്ത തണുപ്പ്. കുമാരന്റെ രോമങ്ങളൊക്കെ എഴുന്നേറ്റു നിന്നു. എടെ ചെല്ല, നീ ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാണുന്ന തെക്കതും കാവും മരങ്ങളും ഒക്കെ എക്കാലവും ഇങ്ങനെ നിലനിന്ന് പോണമെന്ന് കരുതരുത്. മനുഷ്യരായുസൊടുങ്ങി തീരും പോലെ തന്നെയാണ് ഇതിന്റെ കാര്യവും. ഇതൊന്നും ആരുടെ അല്ല,
അതുകൊണ്ട് എൻ്റെ അമ്മണ ഒന്നും ചിന്തിച്ച് വിഷമിക്കാതെ വീട്ടിൽ പോ. നടക്ക്, ഞാനും കൂടെ വരാം. കുമാരൻ വിറച്ച് വിറച്ച് നടന്നു. പിന്നിൽ നടക്കുന്നയാൾ നിശബ്ദനായിരുന്നു. കുമാരന് പിറകിലേക്ക് നോക്കാൻ ഭയം. അയാൾ രണ്ടും കൽപ്പിച്ച് വേഗം വീട്ടിലേക്ക് നടന്നു. അങ്ങ് ദൂരെയായി പുത്തൻ വീട് കാണാം. എടേ, ഇനി നീ സമാധാനായി പോ. നീ അങ്ങ് എത്തിയിട്ടേ ഞാൻ തിരിച്ചു പോവൂ. കുമാരൻ ഒന്നും മിണ്ടാതെ നടന്നു. തിരിഞ്ഞു നോക്കിയില്ല. അയാൾക്ക് നന്നായി പനിക്കുന്നുണ്ടായിരുന്നു. വിറച്ച് വിറച്ച് അയാൾ വീട്ടിലെത്തി. സുലോചന അയാളെ കണ്ടു പുറത്തിറങ്ങി. എന്തൊരെണ്ണ, എവിടെയായിരുന്നു? വാ, കഴിക്കാനെടുക്കാം. വേണ്ടടി, കുറച്ച് ചുക്ക് കാപ്പി വേണം, പനിക്കുന്നു. അവൾ അയാളെ തൊട്ടു നോക്കി. നല്ല പനി. അവൾ ആകെ വെപ്രാളപ്പെട്ടു. വേഗം അടുക്കളയിലേക്ക് പോയി. കുമാരൻ ചാരുകസേരയിൽ ചാഞ്ഞു കിടന്നു. ആരായിരുന്നു തന്റെ പിറകെ വന്നത്? ഒരിക്കൽ കൂടി കാണാൻ തോന്നുന്നു. അപ്പോൾ ഭയം കാരണം നേരെ നോക്കിയതുമില്ല. അതോ എല്ലാം വെറും തോന്നലാണോ? ശരീരം വല്ലാതെ വിറയ്ക്കുന്നു. പപ്പൻ അടുത്തു വന്ന് നോക്കി നിന്നു. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും കേൾക്കാൻ വയ്യ. സുലോചന കാപ്പി കൊണ്ടുവന്ന് ചുണ്ടിലേക്ക് പിടിച്ചുകൊടുത്തു. അയാൾ മെല്ലെ ഇറക്കി. തൊണ്ടക്കുഴിയിലൂടെ ചൂട് കാപ്പി ഇറങ്ങിപ്പോകുന്നത് അയാൾ അറിഞ്ഞു. വല്ലാത്തൊരു വിങ്ങൽ തോന്നുന്നു. സുലോചന പാള വിശറി വീശി. ആ കാറ്റിൽ അയാൾ മയങ്ങി. പാതിരാത്രി ആയി കാണും. അയാൾ കണ്ണു തുറന്നു. സുലോചന ചാരുകസേരയുടെ അടുത്ത് നിലത്തു കിടന്നുറങ്ങുന്നു. അയാൾ അവളെ തലോടി. മുറ്റത്ത് നല്ല നിലാവ്, നല്ല മണം. കിണറ്റിൻകരയിലെ നിശാഗന്ധി പൂത്തു കാണും. തെല്ലൊരു ആശ്വാസം തോന്നി. അയാൾ അകലേക്ക് നോക്കി ചാരിക്കിടന്നു.